രാധ എന്ന തൊഴിലാളിയെ കടിച്ചുകൊല്ലുകയും RRT സംഘാംഗം ജയസൂര്യ ആക്രമിക്കുകയും ചെയ്ത കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പഞ്ചാരക്കൊല്ലിക്ക് സമീപം പിലക്കാവിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ദേഹത്ത് പരിക്കുകളുണ്ട് എന്നാണ് വിവരം. ആഴത്തിലുള്ള 2 മുറിവുകൾ കടുവയുടെ കഴുത്തിലുണ്ട്. ഇതൊരു മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടൽ നടത്തിയതിനാലാണ് എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ചത്തത് ആളെക്കൊല്ലി കടുവ തന്നെയാണ് എന്ന് വനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച രാധയെ കാപ്പിത്തോട്ടത്തിൽ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ചത്തത് എന്ന് ശരീരത്തിലെ പാടുകൾ ചൂണ്ടിക്കാട്ടി കൺസർവേഷൻ ബയോളജിസ്റ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 12:30 പിലാക്കാവിന് സമീപം 3 റോഡ് എന്നയിടത്ത് ആദ്യം കടുവ എത്തിയിരുന്നു. ഇവിടെ വെച്ച് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ദൌത്യസംഘം മയക്കുവെടിവെച്ച് കടുവയെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പുലർച്ചെ 2:30 വീണ്ടും കടുവയെ കണ്ടെത്തുകയും അതിനെ പിടികൂടാൻ ദൌത്യസംഘം ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ കടുവ അവശ നിലയിലെന്ന് മനസ്സിലായി. വൈകാതെ ഒരു വീടിനടുത്തുള്ള പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കടുവയുടെ ജഡം ബേസ് ക്യാമ്പിലെത്തിച്ച് ജനങ്ങളെ കാണിച്ചു. കാരണം വ്യക്തമാകാൻ വിശദമായ പോസ്റ്റ്മോർട്ടം വൈകാതെ നടത്തും. പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയ നരഭോജി പെൺകടുവയ്ക്ക് 7 വയസ്സിനടുത്തുണ്ട് എന്നാണ് വിവരം. വനംവകുപ്പ് സ്ഥാപിച്ച 38 ക്യാമറകളിലും പതിഞ്ഞത് ഇതേ കടുവയുടെ ചിത്രങ്ങളാണ്. ഒരു വീടിനടുത്തുള്ള പറമ്പിലാണ് കടുവയുടെ ജഡം കണ്ടത്. കടുവയുടെ ശരീരത്തിൽ കണ്ട മുറിവുകളിൽ ചിലതിന് കാലപ്പഴക്കമുണ്ടെന്നും ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കിയിട്ടുണ്ട്. കടുവയുടെ പോസ്റ്റ്മോർട്ടം കുപ്പാടിയിൽ വെച്ചാണ് നടത്തുക. കടുവ ചത്തത് ഏറെ ആശ്വാസമുണ്ടായ കാര്യമാണെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ 24-നാണ് കാപ്പിത്തോട്ടത്തിൽ വെച്ച് രാധയെ ആക്രമിച്ച് കടുവ കൊലപ്പെടുത്തുകയും ഭക്ഷിക്കുകയും ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തി. മന്ത്രി OR കേളുവിനെ സംഭവ ദിവസം ജനങ്ങൾ തടയുന്ന നിലയിലുമെത്തി. പിന്നീട് രാധയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ വനമന്ത്രി AK ശശീന്ദ്രനെ ജനങ്ങൾ വഴിയിൽ തടഞ്ഞു. പ്രദേശത്ത് 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് കടുവയെ പിടിക്കാൻ ദൌത്യസംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പുലർച്ചെ 12:30 ആദ്യം കടുവയെ കണ്ടത്. പിന്നീട് പുലർച്ചെ 2:30 ചത്ത നിലയിൽ കാണുകയായിരുന്നു. തുടർച്ചയായി ഒരേ വന്യമൃഗം തന്നെ ആളുകളെ പുറകിൽ നിന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്. വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യന് നാശം സംഭവിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. നിലവിലെ വനനിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വനനിയമങ്ങളും നിബന്ധനകളും മറികടക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാൻ വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും. ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലകളിലെ അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലെ അടിക്കാടുകൾ അടിയന്തരമായി വെട്ടിമാറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശവും നൽകി. സ്വകാര്യ തോട്ടം മേഖലകളിലെ അടിക്കാടുകൾ തോട്ടമുടമകൾ വെട്ടണം. കാടുകൾ വെട്ടുന്നതിന് ഉടമകൾ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. കാട് വെട്ടാത്ത ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കാടിന് പുറത്തുള്ള പ്രദേശങ്ങളിലെ അടിക്കാടുകൾ വെട്ടുന്നതിന് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. കാടുകൾ വെട്ടാത്ത പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായി കാട് വെട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും വന്യമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുന്ന ജനവാസ മേഖലകളിലെ പ്രശ്ന സാധ്യതാ പ്രദേശങ്ങളിലും ഫെബ്രുവരി 1-നകം കൂടുതൽ AI നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും വയനാട് ജില്ലയ്ക്ക് 100 ക്യാമറകളാണ് അനുവദിക്കുകയെന്നും സംസ്ഥാനത്താകെ 400 AI ക്യാമറകൾ മാർച്ച് 31-നകം സ്ഥാപിക്കുമെന്നും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ആക്ഷൻ പ്ലാൻ നടപ്പാക്കി അടിയന്തരമായി നടപ്പാക്കാൻ CCFനെ ചുമതലപ്പെടുത്തിയെന്നും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.